ബ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത്. ഇയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്ററുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇയാൾ മരിച്ചു പോയിരിക്കുന്നത്. മരിച്ചതാണോ കൊന്നതാണോ എന്നുപോലും അറിയില്ലെന്ന് സനൽകുമാർ ശശിധരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം. കുറച്ചു നാൾ മുമ്പ് ഒരു ബലാത്സംഗ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെയുണ്ടായ ഒരു അറ്റ് ഹോം ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതാണെന്ന് തോന്നി. അയാളുടെ വ്ലോഗ് നോക്കുവാൻ വേണ്ടി കുറേ വാർത്തകൾ തപ്പി. ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല, ഏതാണ് അയാളുടെ വ്ലോഗ് എന്നില്ല. ബ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന് മാത്രം. അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ഇനി അയാൾക്ക് കഴിയില്ല. സനൽകുമാർ ശശിധരൻ കുറിച്ചു. സോഷ്യൽ മീഡിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം. കുറച്ചുനാൾ മുമ്പ് ഒരു ബലാത്സംഗ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെയുണ്ടായ ഒരു അറ്റ് ഹോം ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതാണെന്ന് തോന്നി. അതിൽ പക്ഷേ അയാൾ പറയുന്നത് കേൾക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നതിനെ ഇടയ്ക്കും മുറയ്ക്കും മുറിച്ച് കളിയാക്കൊണ്ടുള്ള ഒന്ന്. അയാളുടെ വ്ലോഗ് നോക്കുവാൻ വേണ്ടി കുറേ വാർത്തകൾ തപ്പി. ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല, ഏതാണ് അയാളുടെ വ്ലോഗ് എന്നില്ല. ബ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന് മാത്രം. ഇന്ന് അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ അയാൾ ഇന്നില്ലല്ലോ. വീഡിയോകളും പോസ്റ്ററുകളും കണ്ട പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാൾ മരിച്ചെന്ന് കേൾക്കുന്നത്. മരിച്ചതാണോ കൊന്നതാണോ എന്ന് പോലും അറിയുകയില്ല. ഏതായാലും അയാൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് കേൾക്കാതെ അയാളെ വധിച്ചവർക്ക് ഇനി സത്യമേതായാലും പ്രശ്നമില്ല. അവർ അടുത്ത ഇരയെ തേടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.